നമസ്കാരം. ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഒന്നാം പേജിലെ പരസ്യം ഇന്നലെ കേരളത്തെ ഇളക്കി മറിച്ചു എന്നതാണ് സത്യം. പാനിക്കാവാത്ത മനുഷ്യർ കുറവാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ കൺസൾട്ടിംഗ് എഡിറ്ററായ ഡോക്ടർ അരുൺകുമാറിൻ്റെ അവസ്ഥ. ഇന്നലെ അരുൺകുമാറിനെ കുറിച്ച് ഞങ്ങൾ മറുനാടൻ ചെയ്ത വാർത്ത തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ട്രോളിന് വിധേയമായത് ഡോക്ടർ അരുൺകുമാറാണ്. രാവിലത്തെ കോഫി വിത്ത് അരുണിലെ വിവാദമായ ആ വീഡിയോ ക്ലിപ്പ് പിന്നീട് അത് അപ്രത്യക്ഷമായി. സാധാരണഗതിക്ക് ലൈവായി അവർ നടത്തുന്ന പരിപാടി അവിടെ കിടക്കേണ്ടതാണ്, അത് അപ്രത്യക്ഷമായി. ഈ ലൈവ് ചർച്ചകളെല്ലാം പ്രത്യേകിച്ച് അരുൺകുമാറിനത് കട്ട് ചെയ്ത് യൂട്യൂബിൽ വരേണ്ടതാണ്, അതും വന്നില്ല. കാരണം അരുൺകുമാർ ഒരു ഉളുപ്പുമില്ലാതെ ആവേശകുമാരനായി മാതൃഭൂമിയിലെ നോട്ട് നിരോധന വാർത്ത മുഴുവൻ അങ്ങ് വായിച്ച് കേൾപ്പിച്ചു. ഈ അരുൺകുമാറിനെ വിശ്വസിച്ച് ഒരുപാട് അന്തം കമ്മികൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിരുന്നു. വലിയ ബുദ്ധിജീവികളാണ് അങ്ങനെ പോസ്റ്റ് ഇട്ട പലരും. അവരിൽ ചിലരോട് ഞാൻ സംസാരിച്ചു. അവരൊന്നും പത്രം കണ്ടിട്ടില്ല, അരുൺകുമാറിനെ വിശ്വസിച്ചിട്ടതാണെന്ന് പറഞ്ഞു. എന്തായാലും അരുൺകുമാർ ട്രോള് കൊണ്ട് എയറിൽ നിന്ന് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായി. അതെല്ലാം നീക്കം ചെയ്ത് അതേക്കുറിച്ച് കമാന്നൊരു അക്ഷരം പറയാതെയാണ് റിപ്പോർട്ടർ ചാനൽ ഇന്നലെ തടിതപ്പിയത്. സാധാരണഗതിക്ക് ഒരു വിവാദമുണ്ടാകുമ്പോൾ അതിന് വിശദീകരണം കൊടുക്കുന്ന രീതിയുണ്ട്. എന്നാൽ അരുൺകുമാർ കമാന്നൊരക്ഷരം പറയാതെ തൻ്റെ വിഡ്ഢിത്തം മറച്ചു വയ്ക്കാനാണ് ശ്രമിച്ചത്. അരുൺകുമാറിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരുടെ കാര്യം ചോദിക്കേണ്ടതുണ്ടോ? ഇന്നലെ വലിയ തോതിൽ ആശങ്കയാണ് ഈ വാർത്തകൾ ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ പൂർണ്ണമായും പേപ്പർ കറൻസി നിരോധിക്കുന്നു. 15-ാം തീയതിക്ക് മുമ്പ് ഇതെല്ലാം ബാങ്കുകളിൽ കൊടുത്ത് മാറിയെടുക്കണം. ഇനി ഡിജിറ്റൽ കറൻസി മാത്രമാണ് എന്ന് പറഞ്ഞതോടെ ഇനി 2 ആഴ്ച മാത്രമേ മുമ്പിലുള്ളല്ലോ എന്ന് ആശങ്കപ്പെട്ട് ജനങ്ങൾ പാനിക്കായി ഓടി നടന്നൊരു സാഹചര്യമുണ്ടായി. ഇന്നലെ ഓട്ടോറിക്ഷയിൽ കയറിയ പലരും കാശ് കൊടുത്ത് ഓട്ടോറിക്ഷക്കാർ വാങ്ങിയില്ല. ഓട്ടോറിക്ഷക്കാർ പറഞ്ഞു അത് കയ്യിൽ വെച്ചാൽ മതി സാറേ. അതെന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പരിചയമുള്ള ഒരാൾ വിളിച്ച് പറഞ്ഞതാണ്. അതെന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സാർ പത്രമൊന്നും കണ്ടില്ലേ, നോട്ട് നിരോധിച്ചിരിക്കുന്നു, ഇനി എല്ലാം ഡിജിറ്റൽ കറൻസിയാണ്, അതുകൊണ്ട് എൻ്റെ ഗൂഗിൾ പേയിലേക്ക് പണമിട്ടാൽ മതി എന്ന് പറഞ്ഞ ഒരാൾ എന്നോട് സംസാരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ. ഓട്ടോറിക്ഷക്കാർ പാനിക്കായി, അവരിൽ പലരും കറൻസി വാങ്ങാൻ മടിച്ചു. അതുപോട്ടെ, ഒരു സ്വർണ്ണക്കടയിൽ വന്ന് പെട്ടെന്ന് പണം കൊടുത്തിട്ട് സ്വർണം വാങ്ങാനോ മറ്റോ ശ്രമിക്കുന്ന ഒരാളുടെ ഒരു ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നുണ്ട്. ഒരുപക്ഷെ കയ്യിലിരിക്കുന്ന പണമൊക്കെ ഇനി ഉപയോഗശൂന്യമാകുമോ എന്ന് ഭയന്ന് സ്വർണ്ണക്കടയിലേക്ക് ഓടിയെത്തി അതെല്ലാം കൊടുത്ത് സ്വർണം വാങ്ങാൻ ശ്രമിച്ചത് കൊണ്ടാവാം, അദ്ദേഹം ഒരു സത്യസന്ധനായ മനുഷ്യനായതുകൊണ്ടാവാം ഇക്കാര്യം അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു. അതുകൊണ്ട് സ്വർണ്ണക്കടക്കാർ അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന ഒരു വീഡിയോ ദൃശ്യം കാണുക. എൻ്റെ ഫ്രണ്ട് പേജിലെ ഡേറ്റ് ശ്രദ്ധിച്ചത് 24 ജനുവരി 2050 തിങ്കളാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ചയാണ് ദിവസം. പക്ഷെ 2025 2050 കൊടുത്തിരിക്കുന്നത്. ആർക്കാ തെറ്റ് പറ്റിയെന്ന് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ തെറ്റ് പറ്റിയതല്ല. തൊട്ടപ്പുറത്തെ പേജില് ഡേറ്റും കാരണം കൊടുത്തിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ 2050 വരുമ്പോ നമ്മുടെ ലോകം എങ്ങനെയാവുന്ന അവർ കാണിച്ചു തന്നിരിക്കുകയാണ് ഇപ്പൊ തന്നെ. മനസ്സിലായോ? നിങ്ങൾക്ക് ഈ 2050 പേപ്പർ വായിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയെന്ന് പറയാം. കിട്ടി, അതാണ് അതിന്റെ പ്രത്യേകത. പേപ്പർ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വായിക്കാൻ തുടങ്ങുന്നത് ശരിക്കും വായിച്ചു. പക്ഷേ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ മണ്ടന്മാർ കമ്മികളാണ് നമുക്കറിയാം. CPM എന്ന് പറയുന്നത് ശരിയല്ല, പിണറായി വിജയൻ പറയുന്നതെല്ലാം ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന അന്തം കമ്മികളാണ്. അവരാണ് ഏറ്റവും വലിയ മണ്ടന്മാരും പൊട്ടന്മാരും. പക്ഷെ അവരാണ് ഏറ്റവും വലിയ ബുദ്ധിജീവി നാട്യത്തിൽ ജീവിക്കുന്നത്. ഏറ്റവും കൂടുതൽ അബദ്ധം ഇന്നലെ പറ്റിയത് ഈ അന്തം കമ്മികൾക്ക് തന്നെയാണ്. അവർ ചാടിയിറങ്ങി മോദിക്കെതിരെ പ്രസംഗിക്കാൻ ഒരു അവസരം എന്ന നിലയിൽ അവർ തെരുവിലിറങ്ങി പ്രസംഗം തുടങ്ങിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചതും ആദ്യം മോദിക്കെതിരെ പൊട്ടിത്തെറിച്ചതും പിന്നീട് പത്രങ്ങൾക്കെതിരെ മനോരമയ്ക്കെതിരെ പൊട്ടിത്തെറിച്ചതുമൊക്കെ അന്തം കമ്മികളാണ്. അവരാ പൊട്ടിത്തെറിക്കാനുള്ള കാരണം ദേശാഭിമാനിയിൽ ഇതുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ദേശാഭിമാനിയിൽ ഇത് കൊടുക്കാഞ്ഞത് എന്നത് വ്യക്തമല്ല. ഒരുപക്ഷെ ദേശാഭിമാനിക്ക് എല്ലാ ദിവസവും 1-ാം പേജിൽ ജാക്കറ്റ് പരസ്യവും ഫുൾ കവർ പരസ്യമൊക്കെ ഉള്ളതുകൊണ്ട് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചതാവും, അറിയില്ല. എന്തായാലും അന്തം കമ്മികൾ ഇന്നലെ ആഘോഷത്തിലായിരുന്നു, തെറിവിളി ആഘോഷത്തിലായിരുന്നു. ഇന്നലെ തൃപ്പൂണിത്തറയിൽ നടന്ന ഒരു പാർട്ടിയുടെ പരിപാടിയിൽ ഒരു CPM നേതാവ് നടത്തിയ പ്രസംഗം കേട്ടാൽ വാവൊളിച്ചു പോകും. അദ്ദേഹം ദേശാഭിമാനി വായിക്കാറില്ല എന്നതിന് തെളിവാണ്. ദേശാഭിമാനി ഇതിനുണ്ടായിരുന്നില്ല. അദ്ദേഹം വായിക്കുന്നത് മനോരമയും മാതൃഭൂമിയും മാത്രമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അത് വിശ്വസിച്ച് മോദിയെ തെറി പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങിയത്. ആ രാജ്യത്തിന്റെ നോട്ട് നിരോധനത്തിന്റെ ഭാഗമായി ആളുകൾ മരിച്ചു വീഴുന്ന സ്ഥിതിവിശേഷമുണ്ടായോ? 100 പരം വരുന്ന ആളുകളാണ് ബാങ്കുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പോയി ക്യൂ നിന്ന് മരിച്ചു വീണത് എന്നുള്ളതാണ് വസ്തുത. ഇപ്പോ പറയുന്നു ഞങ്ങൾ നോട്ട് ആകെ നിരോധിച്ചു, നോട്ട് ആകെ എടുത്തു കളഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കാൻ പോവാണ് എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ്?
ഈ രാജ്യത്തിനകത്ത് ഏറ്റവും പുരോഗമനമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഏറ്റവും വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളുള്ള സംസ്ഥാനമാണ് കേരളം. അങ്ങനെ വിദ്യാസമ്പന്നരുള്ള അധികമുള്ള ഏറ്റവും വലിയ നല്ല സംസ്ഥാനമായിട്ടുള്ള ഗുണമേന്മയുള്ള സംസ്ഥാനമായിട്ടുള്ള ഈ കൊച്ചു കേരളത്തിൽ പോലും അത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചാൽ എത്ര പേർക്ക് ഇത് കൃത്യതയോടുകൂടി കൈകാര്യം ചെയ്യാൻ കഴിയും? നമ്മുടെ രാജ്യത്തിനകത്ത് മറ്റു സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ നരേന്ദ്രമോദി ആർക്ക് വേണ്ടിയിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുക, ആർക്ക് വേണ്ടിയിട്ടുള്ള നിലപാടാണ് രാജ്യ ഭരണകൂടം സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നോക്കൂ, CPM-ന്റെ ഒരു അവസ്ഥ. ഒരു പരസ്യം കണ്ടിട്ട് അത് പരസ്യമാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തവനാണ് CPM-ന്റെ പ്രാദേശിക നേതാവായി വിലസുന്നതും. അവനാണ് പൊതുസമൂഹത്തോട് മുമ്പിൽ നിന്നുകൊണ്ട് മോദിക്കെതിരെ ഇതിൻ്റെ പേരിൽ പ്രസംഗം പറയുന്നതും. ഡോക്ടർ അരുൺകുമാറിൻ്റെ ശിഷ്യന്മാർ എന്ന് പറഞ്ഞ് ആശ്വസിക്കാം. സ്കൂളുകളിൽ കുട്ടികൾ വാർത്തകൾ എഴുതി കൊണ്ടുപോകുന്നൊരു ദിവസമുണ്ട്. ഇന്നലെ വാർത്ത എഴുതാൻ ചുമതലയുണ്ടായിരുന്ന ഒരു സ്കൂൾ കുട്ടി തൻ്റെ സ്കൂളിലേക്ക് വാർത്ത എഴുതിക്കൊണ്ട് പോയത് ഇതാണ് ഞാൻ പ്രേക്ഷകർ ഇപ്പോൾ കാണിക്കുന്നത്. ആ വാർത്തയിൽ ഇങ്ങനെ പറയുന്നു: ഇന്നത്തെ പ്രധാന വാർത്തകൾ. നോട്ടേ വിട, ഇനി ഡിജിറ്റൽ കറൻസി. മാറ്റത്തിൻ്റെ കാറ്റിൽ പറന്ന പേപ്പർ കറൻസി പ്രാബല്യത്തിൽ വരിക ഫെബ്രുവരി 1 മുതൽ. അതിരില്ലാ ലോകം, തടയില്ലാ കാലം. അതിർത്തി രക്ഷാസേനകളെ പിൻവലിക്കും. തീരുമാനം ഐക്യരാഷ്ട്രസഭ ഉച്ചകോടിയിൽ. AI ഒഴിവായി. വൻ ദുരന്തം, രക്ഷപ്പെട്ടത് 30,000 പേർ. ആലോചിക്കുക, ഒരു കൊച്ചുകുട്ടി ഇന്നത്തെ വാർത്ത എന്ന നിലയിൽ എഴുതിക്കൊണ്ട് സ്കൂളിൽ പോയത്. അതായത് കൊച്ചുകുട്ടികൾ മുതൽ ഡോക്ടർ അരുൺകുമാറിനെ പോലെ ബുദ്ധിജീവികൾ വരെ CPM നേതാക്കൾ അടക്കമുള്ളവർ ഈ കെണിയിൽ വീണുപോയി എന്നതാണ് ഇതിൻ്റെ പ്രസക്തമായ കാര്യം. എന്തായാലും ഞാൻ ആദ്യ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ജെയിൻ യൂണിവേഴ്സിറ്റിക്ക് കുശാലായി. അവരുടെ കൊച്ചിയിലെ കാക്കനാട് ഇൻഫോ പാർക്ക് കാമ്പസിൽ നടക്കുന്ന ഫ്യൂച്ചർ സമ്മിറ്റ്, കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള അവരുടെ സമ്മിറ്റ് വൺ ഹിറ്റായിരിക്കുന്നു. അനേകായിരങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇപ്പോഴും ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അവരുടെ ദ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്യും. ഇനി രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ അവിടെ ചെന്നാൽ കൗണ്ടർ രജിസ്ട്രേഷൻ. ആ വലിയ പ്രതീക്ഷയിലാണ് ജെയിൻ യൂണിവേഴ്സിറ്റിക്കാർ. പത്രങ്ങൾ പ്രതിരോധത്തിലാണ്, സാധാരണക്കാർ ആശങ്കയിലും. രണ്ട് കാര്യങ്ങളാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. ഈ പത്രത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നത് ഡേറ്റ് മാത്രമായിരുന്നു. ഇന്നലത്തെ സംഭവത്തോട് ഡേറ്റ് പോലും വിശ്വസിക്കാൻ കഴിയത്തില്ല എന്ന സാഹചര്യം ഉണ്ടായി. കാരണം മനോരമയുടെ 1-ാം പേജിലെ ഡേറ്റ് 2050 ഡേറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം കൂടി പലരും ഉയർത്തുന്നുണ്ട്. 2050 ഈ പ്രിന്റഡ് പത്രങ്ങൾ ഉണ്ടാവുമെന്ന് ആര് പറഞ്ഞു എന്ന ചോദ്യമാണ്. അതും ഏറ്റവും പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ്.